ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ മുബീൻ നിജാസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം. അവർ ഇസ്ലാം മതത്തിൻ്റെ നടുക്കണ്ടം കയ്യിലെടുത്തു. ഇതിനു മുമ്പ് ആട്ടവും പാട്ടും തുള്ളിക്കുലുക്കലും കെട്ടിയോനും പെണ്ണും പിള്ളയും കിടക്കുന്നതടക്കമുള്ള റീൽസ് എടുത്തിടലും ഓരോ ഷോറൂമുകളുടെ പരസ്യം കാണിക്കലും, അതായത് അതിലൂടെ അവൾ കോടികൾ ഉണ്ടാക്കി. അവൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, അവൾ അത് വാങ്ങിക്കുന്നു, ഇത് വാങ്ങിക്കുന്നു, പിന്നെ അവളുടെ ബോഡി ഷേപ്പൊക്കെ എടുത്ത് കാണിച്ചിട്ട് വീഡിയോ ഇതൊക്കെ ചെയ്തിട്ട് പരമാവധി അവൾ ഉണ്ടാക്കി. ഇപ്പം അവൾ പറയുന്നു, നിങ്ങൾ ഡാൻസ് കളിച്ചോ, തട്ടമിടരുത്. ഇത് പറയാൻ ഇവളാരാ? ഞാൻ മതത്തിനകത്ത് നിന്ന ആള്, ഞാൻ മതം ഉപേക്ഷിച്ചു, എല്ലാവരും മതം ഉപേക്ഷിക്കണം എന്ന് പറയാൻ എനിക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഇനി ഒരാള് മതപരമായ രൂപത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നു, എനിക്ക് ആശയത്തെ വിമർശിക്കാം, നിങ്ങൾ ഇനിയും ഇത് ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? എനിക്ക് മതത്തിനകത്ത് നിന്നിട്ട് പുറത്തു വരാനുള്ള അതേ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് പുറത്ത് നിന്നിട്ട് അകത്തോട്ട് പോകാനുമില്ലേ? അതിനകത്ത് നിൽക്കാനും സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ മുബീന നിജാസു പറയുന്നത്, മുബീന ഇപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ ഉപേക്ഷിച്ചു, മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, വലിയ അണ്ടിക്കണ്ണട ഉണ്ടായിരുന്നു അതൊക്കെ ഉപേക്ഷിച്ചു, ലിപ്സ്റ്റിക് ഉപേക്ഷിച്ചു, മേക്കപ്പ് ഇല്ല, അതുകൊണ്ട് നിങ്ങളും ഇനിയും അങ്ങനെ തന്നെ ആകണം. ഇവള് ഭയങ്കര ആട്ടവും പാട്ടും തുള്ളലും ഒക്കെ ആയിരുന്നു. എന്തായിരുന്നാലും ഒരുപാട് പെൺകുട്ടികൾ ഇവളെ എടുത്തിട്ട് ശരിക്കും കോട്ടയുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇവളുടെ ഹാലിളക്കത്തെ സംബന്ധിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ അനേകം ആളുകൾ എടുത്തു പറയുന്നുണ്ട്. ഒരു റിവ്യൂ ഒന്ന് കേട്ടു നോക്ക്. ഇവള് ഡാൻസ് കളിച്ചാൽ ഹലാലാണ്, അത് ഹൂറിത്തുള്ളല. പെൺകുട്ടി അവളുടെ കോളേജിൽ എന്തോ ഒരു പരിപാടിക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു, ഹിജാബ് ധരിച്ചിട്ടാണ് കളിച്ചത്. അതിപ്പോ ഭയങ്കര വിഷയമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാണെങ്കിൽ ഈ പെൺകുട്ടിന്റെ ഡാൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ. ഈ പെൺകുട്ടി നല്ല അസലായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷെ പലർക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം എന്താണ്? ഈ പെൺകുട്ടി ഒരു മുസ്ലിമാണ്, ഹിജാബ് ധരിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്, അത്ര തന്നെ. ഞാൻ വേറൊരു വിഷയം കൂടി പറഞ്ഞു തരാം. മുമ്പ് ഒരു ജാനകി ഓംകുമാറും ഒരു റസാഖ് നവീൻ, ഇവര് രണ്ടുപേരും റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഡാൻസിന്റെ ചുവടുകൾ വെച്ച്, ഇവര് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ എന്തോ സ്റ്റുഡൻസ് ആണ്, ആ പഠിക്കുന്നതിനിടയിൽ അവരൊരു ചുവട് വെച്ചു. എന്തായിരുന്നെന്നറിയാമോ? ഇവരെല്ലാവരും കൂടി പൊക്കിക്കൊണ്ട് നടന്നു. കാരണം ജാനകി ഓംകുമാറാണ്, എതിർഭാഗത്തുള്ളത് റസാഖ് നവീനാണ്. തിരിച്ചായിരുന്നെങ്കിലാണ് ഇവർക്ക് ഹാലിളകുക. അതായത് ജാനകി ഓംകുമാറിന് പകരം ഒരു ജാസ്മിൻ റസാഖും, റസാഖിന് പകരം ഇപ്പൊ നവീൻ റസാഖിന് പകരം ഒരു രാജീവനോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ പുകിലത്രയും. അതിനെ എതിർത്തതിന്റെ പേരിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം വളരെ വലുതാണ്. എന്ത് സംഭവിച്ചിട്ടും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. ജാനകി ഓംകുമാർ തുള്ളിക്കുലുക്കി വരുന്നതും റസാഖ് നവീൻ അവസാനം കാണിക്കുന്ന ഓരോ സ്റ്റെപ്പൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, തിരിച്ചാണെങ്കിൽ വലിയ പ്രശ്നം. അപ്പോ ഇവള് മുബീന നിജാസിനാണ് തീരെ ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചത് പിടിക്കാത്തത്. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്സുകൾ വളരെ രസകരമാണ്. സിറാത്ത് പാലം സിമെന്റ് കൊണ്ടുണ്ടാക്കിയതല്ല എന്നൊരു കമന്റ്. അപ്പൊ കോൺക്രീറ്റ് ചെയ്തതാണ്, നീ അങ്ങ് കടക്കുമെന്ന് പറഞ്ഞ അടുത്തൊരാള്, മുടിനാരേഴായി കീറിയിട്ടാണ് പാലം ഉണ്ടാക്കുന്നതെന്നും നിന്റെ ഈ തടിയും വെച്ചുകൊണ്ട് നിനക്ക് കടക്കാൻ പറ്റുമെന്നും മറ്റൊരു വിഭാഗം. വേറെ ഒരു വിഭാഗം എടി നീ ആദ്യം നിന്റെ പഴയ വീഡിയോകളൊന്നും എടുത്ത് കാണും. അങ്ങനെ ഒരുപാട് കമന്റ്സുകൾ അങ്ങനെ പോകുന്നു. ശരി, കാരണം എന്താണ്? ഈ പെൺകുട്ടി ഒരു മുസ്ലിമാണ്, ഹിജാബ് ധരിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്, അത്ര തന്നെ. നിനക്ക് നരകത്തിലെ വെറുക് കൊള്ളി ആകണോ മോഡോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു താത്തയാണ് മൂബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു താത്ത. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരജാതി ഡാൻസുകളും കളിച്ച് നടന്ന ആളായിരുന്നു നമ്മുടെ മുബീന താത്ത. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് താത്തയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. താത്തക്ക് ദൈവവിളി വന്നു, അതോടെ താത്ത നന്നായി. പെണ്ണുങ്ങളെല്ലാം തട്ടമിടിക്കലായിരുന്നു പിന്നീട് മുബീന താത്തിന്റെ മെയിൻ പരിപാടി. പക്ഷെ ഈ കോളേജ് പെൺകുട്ടി ഡാൻസ് തട്ടമിടിക്കല് മാത്രമല്ല, തട്ടം മൊത്തവും അവള് കുത്തകയാക്കി വെച്ചു. തട്ടം നിങ്ങളിടണ്ട, നിങ്ങളിടുന്ന തട്ടമല്ല തട്ടം, തട്ടത്തിനൊരു പരിശുദ്ധി ഉണ്ട്. ഇവളിട്ട സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ആ പെൺകുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിപ്പിച്ചതാണ് മുബീന താത്തനെ ചൊടിപ്പിച്ചത്. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളവള ഓരോന്ന് വിളിച്ചു പോരുന്നു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്.
അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ അല്ലത്താത്ത വന്നിരുന്ന് പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചിട്ടും അതിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടു പോലും. അതെന്താ? നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് താത്ത അതിന് കാരണം. അത് ആദ്യം മനസ്സിലായി. 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. തട്ടമിട്ട് ഡാൻസ് കളിക്കല്ലേ പെണ്ണെ, നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഓരോ കമന്റുകൾ ഒട്ടിച്ചു വെക്കുന്നുണ്ടല്ലോ നിങ്ങളെ പോലുള്ള ആൾക്കാർ. അങ്ങനെയാണ് ഈ പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു സാധാരണ ഡാൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ആളുകൾ ഈ ഡാൻസിനെ നോക്കി കാണുമായിരുന്നുള്ളൂ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരിയെന്ന് വെച്ചേക്കാൻ നിങ്ങളാരാ വലിയ ന്യായാധിപം വന്നിരിക്കുന്നു? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ വിട്ട സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഡാൻസ് നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത് കാണുന്നുണ്ടോ? അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഹിജാബിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഏതാ പാച്ചേരി? ആ പെൺകുട്ടിയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തിട്ട് അവസാനം നിന്ന് പറയാണ് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല പോലും വീഡിയോ ചെയ്തത്. വല്ലാത്ത ജാതി. എന്നിട്ടും തീർന്നില്ല. പിന്നീട് എന്താ പറഞ്ഞത്? ആ കൊച്ചു വിളിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അല്ല, മാപ്പ് പറയില്ല, ആ കൊച്ചു വിളിച്ചവരോട് പറയണം എനിക്കിത് കാരണം കുറച്ച് മാനഹാനി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നീട് എന്തൊക്കെയോ കുറെ ന്യായീകരണങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ആള് തന്നെ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്തിനാ കൊച്ചെ ഇങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് ഓരോ ജന്മങ്ങൾ. ഇനി അവിഞ്ഞ ന്യായം കൂടെ കേൾക്കാം. പറ പറ പറ. സോറി, ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ ഓപ്പണായി വന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടാണ്, ആരെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അത് കാരണം അല്ല കൊച്ചെ, നീ തുള്ളിയതോ? നീ തുള്ളിയും അറിഞ്ഞും നിന്റെ മാറും മോറും ഒക്കെ കാണിച്ചിട്ട് തന്നെയല്ലേ നീ ഇതുവരെ വീഡിയോ ചെയ്തിരുന്നത്? എന്റെ ശരീരം കണ്ടോ, ആദ്യം ഞാൻ 62 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ 30 കിലോ ആയി. അങ്ങനെ ആകാര വടിവൊക്കെ എടുത്തു വെച്ചിട്ട് ആരാ നിന്റെ കെട്ടിയോനായിരുന്നു ആ വീഡിയോ പിടിച്ചു തന്നത്? അല്ല, നീ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് തുള്ളുമായിരുന്നു. അപ്പൊ വേറെ ആരെങ്കിലും നിന്നിട്ട് വീഡിയോ പിടിച്ചു തന്നതാണോ, അതോ ക്യാമറ വെച്ചിട്ട് ചെയ്തതാണോ? എന്തായിരുന്നാലും നീ ഒരു പൊതുസ്ഥലത്തല്ലേ കൊച്ചേ നിന്റെ ശരീരപ്രകടനം നടത്തിയത്. അപ്പൊ നിനക്ക് ചെയ്യാൻ കുഴപ്പമില്ല അല്ലെ? അപ്പൊ നിനക്ക് മരിക്കണ്ട, നിനക്ക് പരലോകമില്ല, നിനക്ക് മാത്രം സിറാത്തിന്റെ പാലം കോൺക്രീറ്റ് ഇട്ടിട്ടാണ് നിന്റെ കെട്ടിയോൻ ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നിനക്ക് തുള്ളാൻ മറിയാം, പടച്ചവും കാണത്തില്ല, വിചാരണയില്ല, പരലോകമില്ല, ശിക്ഷയില്ല. കൊള്ളാലോ വെച്ചേ നീ. ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ തീർച്ചയായും ആ കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, തീർച്ചയായിട്ടും. ഇതുവരെ ആ കുട്ടി എനിക്ക് അങ്ങനെ ഒരു മെസ്സേജും അയച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട മറ്റൊരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടിയെ വെച്ച് റിയാക്ഷൻ ചെയ്ത ഒരു വീഡിയോയിൽ ആ കുട്ടി തന്നെ കമന്റ് ചെയ്തത് ഇങ്ങനെയാണ്: ദേ ആർ മേക്കിംഗ് മീ പോപ്പുലർ. സോ റിയാക്ഷൻ വീഡിയോസിലൂടെ പോപ്പുലാരിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീഡിയോ അതേപോലെ തന്നെ ഇരുന്നോട്ടെ. ഇവള് വലിയ ഒരു മുത്തക്ക്. ഇത് കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് വട്ടച്ചൊറി ചൊറിഞ്ഞ് തീർക്കുമ്പോഴുള്ള ഒരു അരിശത്തീരലുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവള് കിടന്ന് എമാതിരി വേഷം കെട്ട് കാണിച്ച ആളാണെന്നറിയാമോ? ലിപ്സ്റ്റിക്കിന്റെ പരസ്യം, മേക്കപ്പിന്റെ പരസ്യം, പിന്നെന്തുവാ അതൊട്ടിക്കുന്നു, ഇതൊട്ടിക്കുന്നു, മറ്റേതൊട്ടിക്കുന്നു. എന്തുവായിരുന്നു കാണിച്ചു കൂട്ടിയത്? പിന്നീട് ക്രമേണ ഇവളുടെ കെട്ടിയവനും വന്നു രംഗത്ത്. പിന്നെ പല സ്ത്രീകളെയും കൊണ്ടുവരുന്ന കണ്ടു. കൊച്ചെ, ആദ്യം അവനവന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധിയൊക്കെ ഒന്ന് കൊണ്ടുപോവാ. ഈമാനും ഇസ്ലാമുമാണ് നീ ചിന്തിക്കുന്നത്, വിചാരിക്കുന്നതെങ്കിൽ, പരലോകത്തെ സ്വർഗവും പരലോക വിജയവുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആദ്യം ഇതങ്ങോട്ട് പൂട്ടിവെക്ക് കേട്ടോ. അതല്ലാതെ ഇതുവഴി നിനക്ക് പണവും ഉണ്ടാക്കണം, മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്നതിനെ തടയുകയും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇച്ചിരി പുളിക്കും. നന്ദി.